പുത്തുമല ദുരന്തം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും സ്വന്തമായി സ്ഥലം ലഭിക്കാത്തവർ ഇന്നുമുണ്ട്. പലരും ഇപ്പോഴും താമസിക്കുന്നത് വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ ഭൂമിയിൽ തന്നെയാണ്. സർക്കാരിനടക്കം പരാതി നൽകിയെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഒൻപതോളം കുടുംബങ്ങളാണ് പ്രദേശത്ത് ഇപ്പോഴും താമസിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ആകെ ലഭിച്ചത് 10,000 രൂപ മാത്രമാണ്. മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല. ഇതിൽ പലർക്കും വീട് നഷ്ടപ്പെട്ടില്ലെങ്കിലും സ്ഥലത്ത് കൃഷിയോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് എൻ്റെ വീട് അവിടെ ഉണ്ട്. 2 വീടാണ് അവിടെ നിലവിൽ ഇപ്പോൾ ഉള്ളത്. 2 വീട്ടിൽ ഞങ്ങൾ ആൾ താമസമുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ 2 വീട് പുത്തുമല പുനരധിവാസത്തിൽ ഉൾപ്പെട്ട വീടുകളാണ്. അത് പിന്നെ വേറെ എന്തോ ഒരു കാരണം കൊണ്ട് ഈ 2 പേര് മാത്രം ആ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ്. അതെന്ത് കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ അറിയൂല. അത് പറഞ്ഞ് ഞങ്ങൾ കളക്ട്രേറ്റിൽ ഒരുപാട് പ്രാവശ്യം പോയതാണ്. അപ്പോൾ പറഞ്ഞു അത് ഒന്നും കൂടി പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പരിശോധന കഴിഞ്ഞ് വാസയോഗ്യം അല്ല എന്ന് എഴുതി പോയിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല. ഞങ്ങൾ അതിന്റെ പുറകെ തന്നെയാണ് നടക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൽ കൃഷി വരെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അതിൽ നമുക്ക് എല്ലാ അനുഭവങ്ങളും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് വേറെ ഒരു അനുഭവം അതിൽ നിന്ന് കിട്ടാനില്ല. ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത് വാസയോഗ്യം അല്ലാത്ത എസ്റ്റേറ്റ് പാടികളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഓരോ മഴക്കാലം വരുമ്പോഴും 2 മക്കളെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൃഷി ചെയ്തിരുന്ന സ്ഥലം പൂർണ്ണമായി തകർന്നതോടെ ജീവിക്കാൻ മറ്റു മാർഗങ്ങളുമില്ല. പലരും താമസിക്കുന്നത് ലയങ്ങളിലാണ്. തേയില നുള്ളലാണ് ഉപജീവന മാർഗം. ഉരുൾപൊട്ടലിനെ തുടർന്ന് പലരുടെയും വീടുകൾ വിണ്ടുകീറിയിരുന്നു. ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ ഈ പ്രദേശത്തേക്കും വെള്ളം കുതിച്ചെത്തി. വീടുകളിലേക്ക് എത്താൻ വഴികളില്ല. അസുഖം വന്നാൽ കാൽനടയായി വേണം മെയിൻ റോഡിലേക്ക് എത്താൻ. ശക്തമായ മഴ പെയ്യുമ്പോൾ താത്കാലികമായി മാറി താമസിക്കാൻ മാത്രം നിർദ്ദേശം ലഭിക്കും. നല്ലൊരു ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ SL ഫീൽഡ് ഓഫീസറോ മാനേജറോ വന്ന് അവരെ പിടിച്ച് പുറത്താക്കുക. നിങ്ങൾ പോയിക്കോ, ഇവിടുന്ന് നിങ്ങളെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമില്ല, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാറിക്ക്, വേനൽക്കാലത്ത് ഇങ്ങോട്ട് അങ്ങനത്തെ അവസ്ഥയിലാണ്. ശരിക്കും ഈ 5 വർഷമായിട്ട് ഈ മഴയത്ത് ഇവര് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയാണ്. പല പ്രദേശങ്ങളും വാസയോഗ്യമല്ലാത്തതിനാൽ കാടുമൂടിയ നിലയിലാണ്. എത്രയും പെട്ടെന്ന് തങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, വയനാട്.